ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ SIT നീക്കം. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ SIT ഒരുങ്ങുന്നത്. വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം. കേസിലെ പ്രതികളുടെ മൊഴിയും വാസുവിനെതിരാണ്. തെളിവുകൾ നിരത്തി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SIT തീരുമാനം. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. കേസിൽ മൂന്നാം പ്രതിയായാണ് വാസുവിനെ ചേർത്തിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ വാസുവിന് അറിയാമായിരുന്നു എന്നായിരുന്നു സുധീഷ് കുമാർ SITക്ക് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുധീഷ് കുമാറിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തിയിരുന്നു. ഇതിൽ വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് SIT കണ്ടെത്തിയിരുന്നു. നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ SIT ഇതിനെപ്പറ്റി വാസുവിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും SIT സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. ഇന്നും പരിശോധന തുടരും. ഇതിനുശേഷം വാസുവിനെ വിളിപ്പിക്കുമെന്നാണ് സൂചന. അതിനിടെ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ വിളിച്ചു വരുത്താനും SIT നീക്കം നടത്തുന്നതായാണ് വിവരം. കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ 2018 ദേവസ്വം ബോർഡിലെ 8ാം പ്രതിയായി ചേർത്തിരുന്നു. ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു. നോട്ടീസ് നൽകി പത്മകുമാറിനെ വിളിച്ചു വരുത്താനാണ് SIT തീരുമാനം. അതേസമയം സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. തെളിവ് നശിപ്പിക്കുന്നതിന് സമയവും സാഹചര്യവും നൽകിയത് ഗുരുതര വീഴ്ചയാണ്. ഈ കേസിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം 1 മാസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രബലമാണ്, ബലപ്പെട്ടതാണ്, അടിസ്ഥാനപരമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗൗരവത്തിൽ പരിശോധിച്ചാണ്. പക്ഷെ ഗവൺമെന്റ് നിസ്സംഗത തുടരുക തന്നെ ചെയ്യുകയാണ്. കോടതി എപ്പോഴാ പറഞ്ഞത്? ഇന്ന് നവംബർ മാസം 6-ാം തീയതിയാണെങ്കിൽ ഒക്ടോബർ 6, 1 മാസം മുൻപാണ്, കൃത്യമായിട്ട് 1 മാസം മുൻപാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമലയിലെ വൻപിച്ച കൊള്ള കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഈ 1 മാസക്കാലത്തെ അന്വേഷണം എന്താണ്? ഒച്ചെഴയുന്നത് പോലെയാണ് അന്വേഷണം നീങ്ങുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം, അവരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. ഈ സ്വർണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എല്ലാ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കയ്യാമം വെക്കാൻ സാധിച്ചില്ല. അവരെ സംരക്ഷിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാൻ തൊണ്ടി മുതൽ, ഒരു മോഷണ കേസാണല്ലോ, അതിലെ തൊണ്ടി മുതലിനേറെ പ്രാധാന്യമുണ്ട്. സ്വർണ്ണപ്പാളികൾ, ധാരവാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, വാതിൽപ്പാളികൾ, കതക് ഉൾപ്പെടെ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എല്ലാ സ്വർണത്തിന്റേതായ വസ്തുവകളും അവിടുത്തെ വിശ്വാസത്തെയും ആരാധന സംവിധാനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ്, അതെല്ലാം വ്യാജമായിട്ട് ചെമ്പിൽ നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വിശ്വാസ സമൂഹത്തെ, ലക്ഷക്കണക്കിന് ശബരിമല ആരാധകരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാരും സംവിധാനങ്ങളും എന്ന് വളരെ വ്യക്തമാണ്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ജനകീയമായ ഇടപെടലിന് കോൺഗ്രസ് പാർട്ടി ശക്തമായ നേതൃത്വം നൽകി, സമരങ്ങൾ നയിച്ചു, പദയാത്രകൾ നയിച്ചു. ഇനിയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലാണെങ്കിൽ പോലും ശബരിമല വിഷയം വളരെ ഗൌരവത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിശ്വാസ സമൂഹം ഈ കാര്യത്തിൽ സർക്കാരിന്റെ അലംഭാവം, പ്രതികളെ രക്ഷിക്കാനുള്ള നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. SITയുടെ കരങ്ങൾ, SITയെ കോടതിയാണ് നിയമിച്ചതെങ്കിൽ പോലും അത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആഭ്യന്തര വകുപ്പിന്റേതാണ്. രാഷ്ട്രീയ നേതൃത്വമാണ്, മുഖ്യമന്ത്രിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർ ഭയപ്പെടുകയാണ്. നീതിപൂർവ്വം സത്യസന്ധമായി പ്രവർത്തിച്ചാൽ, മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കയ്യാമം വെച്ചാൽ, അവരിൽ നിന്ന് തെളിവ് ശേഖരിച്ച് കളവ് മുതലുകൾ കണ്ടെത്തിയാൽ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസിനെ ബാധിക്കും എന്ന നിലയിൽ ഭീഷണിക്കും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ.